ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രോജക്റ്റാണ്. 2000-3000 രൂപക്കാണ് കടകളിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ഒരു 300 രൂപക്കുള്ളിൽ അരമണിക്കൂറിൽ താഴെ നിന്നുകൊണ്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ വളരെ ഉപകാരപ്പെടുന്നതായതുകൊണ്ട് നല്ല ഡിമാൻഡും കൂടി ഇതിന് ഉണ്ടാവാറുണ്ട്. നമ്മുടെ വീടുകൾ വൃത്തിയായിട്ടിരിക്കാനും നല്ലൊരു വരുമാനം നേടാനും ഈ ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബെഡ്ഷീറ്റാണ് എടുക്കേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫാബ്രിക് നിങ്ങൾ ബെഡ്ഷീറ്റായിട്ട് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടിങ്ങിൽ ചെറിയ ഒരു കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാതെ വരുന്നതുകൊണ്ടാണ് ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ ഫാബ്രിക് നിങ്ങളൊരു ബെഡ്ഷീറ്റായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബെഡ്ഷീറ്റ് നിങ്ങൾ 4 ഫോൾഡായിട്ട് മടക്കിയെടുക്കണം. ആകെ നമുക്കിതിന് ഒരേ ഒരു മെഷർമെൻറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇത് നമ്മുടെ ബെഡിൻ്റെ തിക്നെസ്സാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ബെഡിൻ്റെ തിക്നെസ് നമ്മുടെ ഇവിടെയൊക്കെ ഏകദേശം ഒരു 10 ഇഞ്ചസ് ആണ് വരുന്നത്. 10 ഇഞ്ചസ് തിക്നെസ് ഉള്ള ബെഡാണ് നമുക്ക് വരുന്നത്. ഞാനിവിടെ ഈ ഒരു പില്ലോ കേസിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 5.5 ഇഞ്ചസ് ആണ്. നമ്മുടെ ബെഡിൻ്റെ മെഷർമെൻറ്റ് 10 ഇഞ്ചസ് ആയതുകൊണ്ട് നമ്മൾ 10 ഇഞ്ചസ് മെഷർമെൻറ്റിലാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നമ്മൾ നേരത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നമുക്ക് സെയിൽസും ഓർഡേഴ്സൊക്കെ കിട്ടുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ചാനൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ നമ്മൾ ബെഡ്ഷീറ്റ് 4 ഫോൾഡായിട്ട് മടക്കിയെടുക്കണം. എന്നിട്ട് നമ്മുടെ ബെഡിൻ്റെ തിക്നെസ് അതായത് 10 ഇഞ്ചസ് നമ്മൾ ഇതിൻ്റെ കോർണേഴ്സിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യണം. ഈ ഒരു കട്ടിങ്ങും മെഷർമെൻറ്റും മാത്രമേ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ കസ്റ്റമറിൻ്റെ ചെയ്യുന്നതാണെങ്കിൽ കസ്റ്റമറിൻ്റെ ബെഡിൻ്റെ തിക്നെസ് ഏതാണെന്ന് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് 4 ഫോൾഡായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പൺ സൈഡ്, ക്ലോസ്ഡ് സൈഡല്ല, ഓപ്പൺ സൈഡിൽ നമ്മളൊരു 10 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. ബെഡ്ഷീറ്റിലാണെങ്കിലാണ് കേട്ടോ 10 ഇഞ്ചസ് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 5 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബെഡ്ഷീറ്റിൽ നിങ്ങളൊരു 10 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഒരു സ്ക്വയർ പോലെ സ്ട്രെയിറ്റ് ലൈന് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു മെത്തേഡ് ബെഡ്ഷീറ്റിൽ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഏകദേശം ഒരു 200 റുപ്പീസിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നോർമൽ ബെഡ്ഷീറ്റിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആ സ്ക്വയർ മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മളിതിൽ ഒരു എലാസ്റ്റിക്കും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എലാസ്റ്റിക് നിങ്ങളുടെ അടുത്ത് 1/2 ഇഞ്ചിൻ്റെ ഇല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കും നിങ്ങൾക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ എത്രയാണ് മെഷർമെൻ്റ് എന്നൊക്കെ ഞാൻ പറയാം, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ഏരിയയിൽ അത് രണ്ടും ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 4 വശവും നമ്മൾ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ 4 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കോൺട്രാസ്റ്റ് കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം കളറിലുള്ള ത്രെഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റും കൂടിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിളായിട്ടുള്ള പ്രോജക്ട്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും ഇതേപോലെ സ്റ്റിച്ചിങ് അറിയാം, വരുമാനം
നേടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 10 ഇഞ്ചസ് ആണ് അവിടെ കോർണറിൽ മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ എടുക്കുന്ന എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചസ് ആണ്. അതായത് നമ്മൾ എത്രയാണോ ബെഡിൻ്റെ തിക്നെസ് എടുത്തിട്ടുള്ളത് ആ കോർണർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനേക്കാളും 1 ഇഞ്ച് കൂടുതലുള്ള എലാസ്റ്റിക് പീസസ് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കണം. 10 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 11 ഇഞ്ചസ് ലെങ്ത്തുള്ള എലാസ്റ്റിക് എടുക്കണം. അല്ല, ഒരു 9 ഇഞ്ചസ് ഒക്കെയാണ് നിങ്ങളുടെ ബെഡിൻ്റെ തിക്നെസ് വരുന്നത് എന്നുണ്ടെങ്കിൽ 10 ഇഞ്ചസ് എലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു പോയിൻറ്റിൽ നിന്ന്, നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു ജോയിൻറ്റ്, ആ എക്സാക്റ്റ് ആ ഒരു പോയിൻറ്റിൽ നിന്ന് 2 വശത്തേക്കും നമ്മൾ 11 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 11 ഇഞ്ചസ് എന്ന് വെച്ചാൽ നമ്മളെടുത്ത ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് നിങ്ങളുടെ ബെഡിൻ്റെ വിഡ്ത്തിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ടാണ് നമ്മൾ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ ജോയിൻ ചെയ്ത കോർണറിൻ്റെ 2 വശത്തുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച 4 പീസ് എലാസ്റ്റിക്കാണ് നമുക്ക് വേണ്ടത്. അപ്പം 4 വശത്തും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് 2 സൈഡിലും എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വെച്ചിട്ട് വേണം നമ്മൾ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു സൈഡ് നല്ല പോലെ തയ്ച്ച് വെച്ചിട്ട് വലിച്ച് വെച്ച് മറ്റേ സൈഡിലും ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ 4 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. 4 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇതൊരു ചെറിയ പീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. വലിയ ബെഡ്ഷീറ്റിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കോർണേഴ്സ് നമ്മുടെ ബെഡിൻ്റെ താഴത്ത് വരുന്ന രീതിയിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് മറ്റേ സൈഡും ഇതേപോലെ ഒന്ന് വലിച്ച് എടുത്താൽ മതി. നമുക്ക് രാവിലെയൊക്കെ ബെഡ്ഷീറ്റ് അധികം സമയം കളയാതെ പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് നമുക്ക് ബെഡിൽ വിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ അവർ എന്ത് കളി കളിച്ചാലും നമ്മുടെ ബെഡ്ഷീറ്റ് അനങ്ങാനും പോകുന്നില്ല. നല്ല പെർഫെക്റ്റായിട്ട് ബെഡിൽ കിടന്നോളും. കണ്ടില്ലേ, ഈ പില്ലോ കവറായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഭംഗിയിൽ അത് കിടക്കും. ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ബെഡിൻ്റെ ബാക്ക് വശം ഇതേപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസായിട്ട് പെട്ടെന്ന് വരാം. താങ്ക്